തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര സമവാക്യം രൂപീകരിച്ച് ഭരണത്തിലേറിയ വിജയ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം തന്നെ അയൽ സംസ്ഥാനമായ കേരളത്തിന് വലിയൊരു രാഷ്ട്രീയ ഭരണഘടനാപരമായ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിന്റെ നിലപാടുകളെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും തടയുമെന്നാണ് തമിഴക വെട്രി കഴകം സർക്കാർ ഗവർണറുടെ പ്രസംഗത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അന്തർ സംസ്ഥാന വിഷയങ്ങളിൽ കൂടുതൽ അയവുള്ള സമീപനം പ്രതീക്ഷിച്ചവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് ചെന്നൈയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നയപ്രഖ്യാപനത്തിന്റെ ഘടനാപരമായ വശങ്ങൾ പരിശോധിച്ചാൽ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളുടെ അതേ പ്രാദേശിക വികാരവും തമിഴ്നാടിന്റെ ജലസ്വാതന്ത്ര്യ സംരക്ഷണ വാദവും ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് പുതിയ വിജയ് സർക്കാരും തീരുമാനിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകും. നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തമിഴ് തായ്വാഴ്ത്തും ദേശീയ ഗാനവും ആലപിച്ചപ്പോൾ വന്ദേ മാതരം ഒഴിവാക്കിയത് മുതൽ തങ്ങൾ ജാതിക്കും മതത്തിനും പണത്തിനും അതീതമായ പാർട്ടിയാണെന്ന് വ്യക്തമാക്കിയത് വരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. പെരിയാർ, അണ്ണാദുരൈ, അംബേദ്കർ എന്നിവരുടെ രാഷ്ട്രീയ ചിന്തകളെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ മുന്നണി രാഷ്ട്രീയത്തിലെ പ്രധാന എതിരാളിയായ DMK ലഹരി വിരുദ്ധ വിഷയങ്ങളിലും ക്രമസമാധാന തകർച്ചയിലും കടുത്ത ഭാഷയിൽ ഗവർണറുടെ പ്രസംഗത്തിലൂടെ വിജയ് സർക്കാർ വിമർശിച്ചു. ത്രിഭാഷാ നയം തുടരുമെന്നും കേന്ദ്രത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കുമെന്നും പ്രഖ്യാപിച്ചതിലൂടെ തമിഴ് വികാരത്തെ ജ്വലിപ്പിച്ചു നിർത്താനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭരണപരമായി നോക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഈ കടുത്ത നിലപാട് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു ഡാം നിർമ്മിച്ച തമിഴ്നാടിന്റെ വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കുക എന്നതായിരുന്നു കേരളത്തിന്റെ ദീർഘകാലത്തെ പോളിസി. എന്നാൽ ഇതിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന പുതിയ പ്രഖ്യാപനം ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഭരണപരമായ സഹകരണത്തെയും സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടങ്ങളെയും സങ്കീർണമായ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. പൊതുജനക്ഷേമവും സുരക്ഷയും മുൻനിർത്തിയുള്ള ഭരണ സംവിധാനങ്ങളുടെ ചർച്ചകൾക്ക് പകരം ഇതൊരു കടുത്ത പ്രാദേശിക രാഷ്ട്രീയ തർക്കമായി മാറാനുള്ള സാധ്യതകളായി കാണുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം വലിയ നയപ്രഖ്യാപനങ്ങളെ നാം വസ്തുതാപരമായി വിലയിരുത്തേണ്ടതുണ്ട്. മുൻകാല സർക്കാരുകളുടെ അതേ ദ്രാവിഡ രാഷ്ട്രീയ ലൈൻ പിന്തുടരുമ്പോഴും കേന്ദ്ര വിഹിതത്തെ ത്രിഭാഷാ നയവുമായി ബന്ധിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന് വിജയ് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര വിരുദ്ധ വികാരം നിലനിർത്തുമ്പോൾ തന്നെ അയൽ സംസ്ഥാനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് ഫെഡറൽ സംവിധാനങ്ങളിൽ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം ഒരു ഔദ്യോഗിക ഗവൺമെന്റിന്റെ പോളിസി ഡോക്യുമെന്റിൽ കേരളത്തിനെതിരെയുള്ള പരാമർശങ്ങൾ വരുന്നത് വരും ദിവസങ്ങളിൽ വലിയ നിയമസഭാ ചർച്ചകൾക്ക് വഴി തുറക്കും. ഇരു സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെ ജീവനും ജീവോപാധികൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളെ കേവലം വാർത്തകൾക്കപ്പുറം ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടത് ബോധമുള്ള ഓരോ പൗരന്റെയും കടമയാണ്. ജനാധിപത്യപരമായ ഇത്തരം വലിയ പോളിസി മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയെയും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നാം തിരിച്ചറിയാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിർണായകമായ അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും താഴെ കമന്റുകളിൽ പങ്കുവയ്ക്കുക. കൂടുതൽ ജനാധിപത്യപരമായ ചർച്ചകൾക്കായി ഈ വിശകലനം മറ്റുള്ളവരിലേക്കും എത്തിക്കുക.